അപ്പോൾ എങ്ങനെയാണ് ഒരു എക്സൽ വർക്ക്ഷീറ്റ് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ആൾ പ്രോഗ്രാംസിൽ നമ്മൾ സ്റ്റാർട്ടിൽ പോയതിന് ശേഷം നമ്മൾ ഇവിടെ എക്സൽ സെർച്ച് ചെയ്യുക. കാണുന്നില്ലല്ലോ. മൈക്രോസോഫ്റ്റ് എക്സൽ 2013 നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പല തരത്തിലുള്ള ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ബില്ലിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ബ്ലഡ് പ്രഷർ ട്രാക്കർ, എക്സ്പെൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടെംപ്ലേറ്റ് ആണോ ആവശ്യം അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ബ്ലാങ്ക് വർക്ക് ബുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ആയി വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടെംപ്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് ഫയലിൽ പോവുക. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ന്യൂ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലോൺ അത്തോറൈസേഷനോ പേഴ്സണൽ മന്ത്ലി ബഡ്ജറ്റോ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കത് വരുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലോസിൻ്റെ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു സേവ് ചെയ്യണോ വേണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആവും. ഡോണ്ട് സേവ് കഴിഞ്ഞാൽ ഡോണ്ട് സേവ് ആയിട്ട് ഇത് ക്ലോസ് ആവുന്നു. അപ്പോൾ ഡോണ്ട് സേവ് ചെയ്തിട്ടിപ്പം നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് എക്സൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ.